ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രൂ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ഈ ഇയർഫോൺ കമ്പനിയുടെ പേര് ബ്ലിറ്റ്സ്ഫുൾഫ് എന്നാണ്. ഇതിന്റെ മോഡൽ നമ്പർ BWFYE1 എന്നാണ്. ഇയർഫോണുമായി ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് ഈ ബോക്സിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് വാറണ്ടി കാർഡും യൂസർ മാനുവലും ലഭിക്കും. ഞാനിത് രണ്ടും സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ രണ്ട് ചെറിയ ബോക്സുകളുണ്ട്. ഇതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ആദ്യത്തെ ബോക്സിൽ നമുക്ക് ലഭിക്കുക ഇയർബഡ്സ് ആണ്. കുറച്ച് ഇയർബഡ്സ് ഇതിനോടൊപ്പം ഉണ്ട്. 4-5 ഇയർബഡ്സ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു Type 2 USB കേബിളാണ്. ഈ ഇയർഫോൺ ചാർജ് ചെയ്യാനുള്ള USB കേബിളാണ്. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ ബ്ലൂടൂത്ത് ഇയർഫോൺ ഒന്ന് വെളിയിലെടുത്ത് നോക്കാം. ഇങ്ങനെ ഒരു ചെറിയ ബോക്സിലാണ്, ഒരു പ്ലാസ്റ്റിക് ബോക്സ് ആണ്. ഇതിലാണ് നമുക്ക് ഇയർഫോൺ ലഭിക്കുന്നത്. ഈ ബോക്സിന് മുകളിൽ 2 LED ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും 4 LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് ഈ ബോക്സിലൂടെയാണ് നമ്മൾ ഇയർഫോൺ ചാർജ് ചെയ്യുന്നത്. ഈ ബോക്സിൽ 700 mAh ബാറ്ററി ഉണ്ട്. അതേപോലെ തന്നെ 2 ഇയർഫോണിലും 50 mAh ബാറ്ററീസ് ഉണ്ട്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുക ഇയർഫോൺസ് ആണ്. ഇയർഫോൺസ് നമുക്ക് വെളിയിൽ ഒന്ന് എടുക്കാം. ഇയർഫോൺ വെളിയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇയർഫോൺ ചാർജ് ചെയ്യാനുള്ള 2 പോർട്ടുകളാണിത്. ഞാൻ ഈ ബോക്സ് അടച്ച് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഇയർഫോൺ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ 2 ഇയർഫോണിലും LEDs ഉണ്ട്. ബ്ലൂ റെഡ് കളറിൻ്റെ LED ആണ് ഇതിൽ രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ഇയർഫോണിലും 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. 2 ഇയർബഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഇയർബഡ്സ് ചേഞ്ച് ചെയ്തിട്ടതാണ്. ഇതിൽ ചെറിയ ഇയർബഡ്സ് ആയിരുന്നു. ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന 2 ഇയർബഡ്സ് ഞാൻ ഇതിൽ മാറ്റിയിട്ട് കുറച്ച് വലിപ്പമുള്ള ഇയർബഡ്സ്. ഫുൾ ബ്ലാക്ക് കളറാണ്. ഇതിനെ ട്രൂ ബ്ലൂടൂത്ത് ഇയർഫോൺ എന്ന് പറയാനുള്ള കാരണം ഈ 2 ഇയർഫോണുകളിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സിംഗിൾ ഇയർഫോൺ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. 2 ഇയർഫോണിലും ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിന്റെ ബ്ലൂടൂത്ത് വെർഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5 ആണ്. ഞാൻ പറഞ്ഞു ഓരോ ഇയർബഡ്സിലും 50 mAh ബാറ്ററി ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3 hours നിങ്ങൾക്ക് പാട്ട് കേൾക്കാനോ കോൾ ചെയ്യാനോ ഒക്കെ ഈ ഇയർഫോൺസ് ഉപയോഗിച്ച് സാധിക്കും. ഹൈ വോളിയത്തിലാണ് നിങ്ങൾ ഇയർഫോണിൽ പാട്ട് കേൾക്കുന്നതെങ്കിൽ 3 മണിക്കൂറൊക്കെ കൊണ്ട് ചാർജ് ചെയ്യും. അതല്ല ലോ വോളിയത്തിൽ വളരെ സൗണ്ട് കുറച്ച് വെച്ചാണ് നിങ്ങൾ പാട്ട് കേൾക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 3.5 തൊട്ട് 4 മണിക്കൂർ വരെ ഇയർഫോൺസിന് ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ഇനി ഇത് ചാർജ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ബോക്സ് ഓപ്പൺ ആക്കി ഈ ബോക്സിൽ ഇയർഫോൺ തിരിച്ചു വെച്ചാൽ മാത്രം മതിയായിരിക്കും. തിരിച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ആവും. ഓക്കെ, നിങ്ങളുടെ കാണാൻ സാധിക്കും ബോക്സിൽ ഇയർഫോൺ വെച്ച് കഴിയുമ്പോൾ തന്നെ ചാർജ് ആകാൻ തുടങ്ങും. ബോക്സിൽ എത്രയും ചാർജ് ഉണ്ടെന്നുള്ളത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സിംഗിൾ ലൈറ്റ് മാത്രമേ ഉള്ളൂ. 4 ലൈറ്റും കത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബോക്സിൽ ഫുൾ ചാർജ് ഉണ്ടെന്നാണ്. ബോക്സ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഈ ബോക്സ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഇയർഫോൺസ് ചാർജ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയർഫോൺ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഈ ഒരാഴ്ചക്കുള്ളിൽ 2 പ്രാവശ്യം ഇത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. എന്തായാലും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ സൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിനുള്ളിൽ ബാറ്ററി ഉണ്ട്. ഇതിന് വയറില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമുക്ക് ബ്ലൂടൂത്ത് ഇയർഫോൺസ് മേടിക്കുകയാണെങ്കിൽ ഒരു ഇയർഫോണിൽ മാത്രമേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാണത്തുള്ളൂ. അപ്പോൾ 2 ഇയറിലും വെക്കുന്ന ഇയർഫോൺ ആണെങ്കിൽ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരെണ്ണത്തിലേക്ക് ഒരു വയർ കണക്ഷനും കാണും. എന്നാൽ ഇതിൽ അങ്ങനെയില്ല. ഇതിൽ 2ലും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ലഭിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. 2900 രൂപയാണ് ഈ ഇയർഫോണിന്റെ വില. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഇയർഫോൺസ് നൽകുന്നുണ്ട്. നല്ല ട്രബിൾ നിങ്ങൾക്ക് ഈ ഇയർഫോണിൽ ലഭിക്കും. നല്ല മ്യൂസിക് പ്ലെയർ ഒക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾ പാട്ട് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്വാളിറ്റിയുള്ള സൗണ്ട് നിങ്ങൾക്ക് ഈ ഇയർഫോൺസിലൂടെ ലഭിക്കുന്നതാണ്. ബാസ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത്. എന്തായാലും വയർഡ് ഇയർഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നല്ല വിലയുള്ള വയർഡ് ഇയർഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വരില്ല എന്നുണ്ടെങ്കിലും ബ്ലൂടൂത്ത് ഇയർഫോൺ ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കാനും മറ്റും കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു ഇയർഫോണെ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളെങ്കിലും നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ സാധിക്കും. ഇത് പെയർ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ ഡിവൈസ് ബോക്സിനുള്ളിൽ നിന്ന് വെളിയിൽ എടുക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവും. നിങ്ങൾക്ക് ഏത് ഡിവൈസുമായിട്ടാണോ പെയർ ചെയ്യേണ്ടത് അതിന്റെ ബ്ലൂടൂത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷോ ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ നിന്ന് പെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.